നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ RSSന് പണയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയ RSS CPIM ബന്ധം സുദൃഢമാക്കാൻ പ്രവർത്തിച്ച മുഖ്യമന്ത്രി ആ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫാർമസിസ്റ്റുകൾ ആഗോള ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്ന സന്ദേശവുമായി ലോക ഫാർമസിസ്റ്റ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ R ഷീബ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പേറ്റന്റ് ബൗട്ടിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V അജിത് പ്രഭു ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊൽക്കത്തയിലും ജാർഖണ്ഡിലും വനിതാ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ നടത്തം സംഘടിപ്പിച്ചു. H സലാം MLA സുരക്ഷാ നടത്തത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ RSSന് പണയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയ RSS CPIM ബന്ധം സുദൃഢമാക്കാൻ പ്രവർത്തിച്ച മുഖ്യമന്ത്രി ആ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ RSSന് പണയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയ RSS CPIM ബന്ധം സുദൃഢമാക്കാൻ പ്രവർത്തിച്ച മുഖ്യമന്ത്രി ആ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നോർത്ത് സൗത്ത് ബ്ലോക്കുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ദേശീയോത്സവം തൃശൂർ പൂരം. ഈ കാലം അത്രയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഭംഗിയായി നടന്ന തൃശൂർ പൂരം ഇത്തവണ മാത്രം എന്തുകൊണ്ടാണ് അലങ്കോലപ്പെട്ടത്? കേരളം ഭരിച്ച ഒരു ഗവൺമെന്റുകളുടെ കാലത്തും തൃശൂർ പൂരം ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് പോയിട്ടില്ല. പൂരത്തിന്റെ ആഘോഷങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. ഭഗവതിമാർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ജനങ്ങളെ പിരിച്ചുവിടേണ്ടി വന്നു. ADGP അടക്കമുള്ള ആളുടെ സാന്നിധ്യം തൃശൂർ ഉണ്ടായ സമയത്താണ് ഈ അതീവ ഗുരുതരമായ നിയമസമാധാന തകർച്ച. തൃശൂർ പൂരം കലക്കി കെട്ടിച്ചമച്ച് റിപ്പോർട്ടുണ്ടാക്കി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി BJPക്ക് അക്കൗണ്ട് തുറക്കാനും അതുവഴി അവസരമുണ്ടാക്കി. പിന്നാലെ RSS CPIM ബന്ധം കൂടുതൽ ദൃഢമായി. ഇതിൽ നിന്നും പിണറായി വിജയൻ ഒഴിഞ്ഞുമാറാനാകില്ല. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്നും KC ജോസഫ് കൂട്ടിച്ചേർത്തു. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KA സാബു ധർണയിൽ അധ്യക്ഷനായി. സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV മനോജ് കുമാർ, നെടുമുടി ഹരികുമാർ, റീഗോ രാജു, G സഞ്ജീവ് ഭട്ട്, മോളി ജേക്കബ്, TV രാജൻ, PJ മാത്യു, സുനിൽ ജോർജ് എന്നിവർ സംസാരിച്ചു. ഫാർമസിസ്റ്റുകൾ ആഗോള ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്ന സന്ദേശവുമായി ലോക ഫാർമസിസ്റ്റ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ R ഷീബ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. ഫാർമസിസ്റ്റുകൾ ആഗോള ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്ന സന്ദേശവുമായി ലോക ഫാർമസിസ്റ്റ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ ഷീബ ഉദ്ഘാടനം ചെയ്തു. ഒരു ഫാർമസിസ്റ്റിന് എന്താണ്, ഒരു ഫാർമസിസ്റ്റ് ആരാണ് എന്നുള്ളത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ കാണുമ്പോൾ വളരെ ധൃതി വെച്ച് ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ മറ്റൊന്നിലും പങ്കെടുക്കാനാവാതെ ഇതുപോലൊരു ഫാർമസി ഡേ ആഘോഷത്തിൽ ഒരിക്കലും പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളാണ് ഫാർമസിസ്റ്റുമാർ. കാരണം ചടങ്ങുകൾ നമ്മളവിടെ സംഘടിപ്പിക്കും, അതിലേക്ക് വന്നെത്താൻ അവർക്ക് സാധിക്കാറില്ല. കാരണം കൗണ്ടറിൽ പേഷ്യൻസിന് മരുന്ന് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് മാറാനോ
നമുക്ക് ഒരു നല്ല വാക്ക് മറ്റുള്ളവർ സംസാരിക്കുന്ന കേൾക്കാനോ അവർക്ക് ഒരവസരം കിട്ടാറില്ല. കാരണം ഇത്രയും നാളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരുന്ന എനിക്ക് ആ കാര്യങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ, ഡോക്ടർ KP ബീന, നിർമ്മല അഗസ്റ്റിൻ, വി ഷാജി, S ജയകൃഷ്ണൻ, വി ജയറാം, രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. സുത്യർഹമായ സേവനത്തിന് സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ R ഷീബ, ഫാർമസിസ്റ്റുകളായ രാജാമണി, KV സൗമിനി, A വത്സല, P ബിജു, വി ഷാജി, PK അലീന, M സുഷമ, K അർച്ചന, R രമ്യ രാജ്, CA മുഹ്സിന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഫാർമസിസ്റ്റുകൾ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന വിഷയത്തെ അധികരിച്ച് ഫാർമസിസ്റ്റ് KR അർച്ചന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും വേദിയിൽ അവതരിപ്പിച്ചു. സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പേറ്റന്റ് ബൗട്ടിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അജിത് പ്രഭു ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് ഇന്നൊവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ബൗദ്ധിക സ്വത്തവകാശ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പേറ്റന്റ് ബൗട്ടിക് പരിപാടി സംഘടിപ്പിച്ചു. കണ്ടുപിടുത്തങ്ങളെ പേറ്റന്റാക്കി മാറ്റുന്നതിനുള്ള പ്രക്രിയകൾ വിവരിക്കുന്നതിനും പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടാണ് പേറ്റന്റ് ബൗട്ടിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പ്രമുഖ ബൗദ്ധിക സ്വത്തവകാശ വിദഗ്ധൻ കൃഷ്ണപ്രസാദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. With knowledge, you can become a millionaire. Without any tangible resources like land, labor, capital or anything, you can build your business empire on knowledge. That is the speciality of knowledge. വിദ്യാർത്ഥികൾക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങളും പ്രോജക്റ്റുകളും സംരക്ഷിക്കുന്നതിനുള്ള പ്രായോഗിക അറിവ് നൽകുക എന്നതായിരുന്നു സെമിനാറിന്റെ ലക്ഷ്യം. 21ാം നൂറ്റാണ്ടിൽ ഭൗതിക സ്വത്തിന് വമ്പിച്ച പ്രാധാന്യമാണ് ഉള്ളതെന്നും വിദ്യാർത്ഥികളിലുള്ള ക്രിയാത്മകതയെ വികസിപ്പിച്ചുകൊണ്ട് പേറ്റന്റ് നേടുന്നത് അതീവ പ്രാധാന്യമുള്ള മേഖലയാണെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അജിത് പ്രഭു പറഞ്ഞു. കോളോൺ ഇന്നൊവേഷൻ ഡീൻ ഡോക്ടർ വിപിൻ ഗോവൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. കൊൽക്കത്തയിലും ജാർഖണ്ഡിലും വനിതാ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ നടത്തം സംഘടിപ്പിച്ചു. H സലാം MLA സുരക്ഷാ നടത്തത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. കൊൽക്കത്തയിലും ജാർഖണ്ഡിലും വനിതാ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ നടത്തം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച രാത്രികാല സുരക്ഷാ നടത്തം H സലാം MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്ത്രീകളുടെ സുരക്ഷ എന്നുള്ളത് സ്വാതന്ത്ര്യം നേടി ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും ഒരു പൂർണ്ണതയോടെ നമുക്കൊരു ഗ്യാരണ്ടിയാക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം, ഒരു സാമൂഹ്യമായ പ്രശ്നമായി തന്നെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതാണ് ഏറ്റവും അവസാനം ഉണ്ടായി ഈ സംഭവം തെളിയിക്കുന്നത്. 2ാം വർഷ PG വിദ്യാർത്ഥിയായ ഡോക്ടർ, ആ ഡോക്ടർക്കുണ്ടായൊരു ദാരുണമായ അന്ത്യം. അതിന് ഒരു പ്രതിയെ ചൂണ്ടിക്കാണിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ബന്ധുക്കൾ തന്നെ പിന്നീട് പരാതിയായിട്ട് പറഞ്ഞ കാര്യം കൂട്ട മാനഭംഗത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവുകളുടെ എല്ലാം വിശദാംശം നോക്കിയാൽ എത്ര ക്രൂരമായി അത്തരമൊരു പ്രൊഫഷണൽ ക്യാമ്പസ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് 3 ഗ്രൂപ്പുകളായിട്ടായിരുന്നു നടത്തം. KGOA ജില്ലാ പ്രസിഡന്റ് J പ്രശാന്ത് ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിജി സോമരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു, ജില്ലാ വൈസ് പ്രസിഡന്റ് KS രാജേഷ്, ജോയിന്റ് സെക്രട്ടറി ദേവരാജ് P കർത്ത, ട്രഷറർ റെനി സെബാസ്റ്റ്യൻ, ജില്ലാ വനിതാ കൺവീനർ ഡോക്ടർ സജിത ദാസ്, ഏരിയ പ്രസിഡന്റ് ഡോക്ടർ വിശ്വകല, സെക്രട്ടറി ഡോക്ടർ മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ വിളവെടുപ്പ് ഉത്സവം നടത്തി.
ആശുപത്രി അങ്കണത്തിൽ ചെയ്ത ജൈവ കൃഷിയിൽ വെണ്ട മുതൽ തക്കാളി വരെ വിളവെടുത്തു. നഗരസഭാധ്യക്ഷ കെ ജയമ്മ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി പരിസരത്തെ കാടുപിടിച്ചു കിടന്ന സ്ഥലം ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തപ്പോൾ വിളഞ്ഞത് വെണ്ട, തക്കാളി, പച്ചമുളക്, ചീര തുടങ്ങിയ പച്ചക്കറികൾ. ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ ധാരാളമായി കണ്ടുവരുന്നതിനാൽ നല്ല ആഹാരശീലങ്ങൾ പിന്തുടരേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കാൻ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായ ജൂലൈ 28-നാണ് ജനറൽ ആശുപത്രി പരിസരത്ത് സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കൃഷി തുടങ്ങിയത്. സ്വച്ഛത ഹൈസേവ 2024ന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ പിന്തുണയോടെ ആശുപത്രി അങ്കണത്തിൽ നടത്തിയ ജൈവ കൃഷി നഗരസഭാധ്യക്ഷ കെ ജയമ്മ വിളവെടുത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇത്തരത്തിൽ ഒരു കൃഷി നടുകയും അതിനുശേഷം അതിൻ്റെ വിളവെടുപ്പ് ഏറ്റവും മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന GHലെ സൂപ്രണ്ട്, RMO, അതോടൊപ്പം തന്നെ DMO, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഇവിടെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാവരും എത്തിയിട്ടുണ്ട്. ദേവദാസ് എന്ന് പറയുന്ന കഞ്ഞിക്കുഴി കൃഷി ചെയ്യുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ലീഡർഷിപ്പ് വഹിച്ചിട്ടുള്ളത്. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ, ARMO ഡോക്ടർ CP പ്രിയദർശൻ, ലേ സെക്രട്ടറി T സാബു, നഴ്സിംഗ് സൂപ്രണ്ട് ദീപ റാണി, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് രജിത, PRO ബെന്നി അലോഷ്യസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പീറ്റർ, HC പ്രിയലാൽ തുടങ്ങിയവർ വിളവെടുപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തെ ടെലികോം സേവനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പങ്ക്, സൈബർ ക്രൈമിന്റെ ഇരയാകാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച് ഉപഭോക്തൃ അവബോധ സെമിനാർ സംഘടിപ്പിച്ചു. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്തെ ടെലികോം സേവനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പങ്ക്, സൈബർ ക്രൈമിന്റെ ഇരയാകാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച് ഉപഭോക്തൃ അവബോധ സെമിനാർ സംഘടിപ്പിച്ചു. പാലക്കാട് ഉപഭോക്തൃ അസോസിയേഷന്റെ സഹകരണത്തോടെ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. കോളേജ് സെക്രട്ടറി ജോസ് തോമസ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B അജിത് പ്രഭു ചടങ്ങിൽ അധ്യക്ഷയായി. NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ജോയിൻ മേരി ജോജോ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സൈബർ ലോകത്ത് ഉപഭോക്താക്കളെ എങ്ങനെ സ്വയം രക്ഷിക്കാമെന്നത് സംബന്ധിച്ച അറിവ് നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ അറിയിച്ചു. ഉപഭോക്തൃ അസോസിയേഷൻ മെമ്പർ അഡ്വക്കേറ്റ് PA സുരേന്ദ്രൻ സെമിനാർ നയിച്ചു. ടെലികോം മേഖലയിലെ വിപുലമായ മാറ്റങ്ങൾക്കും ഉപഭോക്തൃ ബോധവൽക്കരണത്തിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ RSSന് പണയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയ RSS CPIM ബന്ധം സുദൃഢമാക്കാൻ പ്രവർത്തിച്ച മുഖ്യമന്ത്രി ആ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫാർമസിസ്റ്റുകൾ ആഗോള ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്ന സന്ദേശവുമായി ലോക ഫാർമസിസ്റ്റ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ R ഷീബ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പേറ്റന്റ് ബൗട്ടിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V അജിത് പ്രഭു ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊൽക്കത്തയിലും ജാർഖണ്ഡിലും വനിതാ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ നടത്തം സംഘടിപ്പിച്ചു. H സലാം MLA സുരക്ഷാ നടത്തത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.